ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വൻ ശക്തികളുടെ അഹങ്കാരത്തെ മുട്ടുകുത്തിച്ച ചരിത്രപരമായ നീക്കത്തിനാണ് ഹോർമുസ് കടലിടുക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ലോകത്തിന്റെ ഊർജ്ജസിരയായ ഈ പാത ഇറാൻ അടച്ചതോടെ വികസിത രാഷ്ട്രങ്ങളടക്കം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും അനിശ്ചിതാവസ്ഥയിലേക്കും കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ തളരാതെ അതേ ഹോർമുസിനെ മുൻനിർത്തി ഇറാൻ നടത്തിയ വളരെ തന്ത്രപരമായ നീക്കങ്ങൾ ഒടുവിൽ സാമ്രാജ്യത്വ ശക്തികളെ തോൽവി സമ്മതിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ഹോർമുസ് തിരിച്ചുപിടിക്കുമെന്ന അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും വമ്പൻ പ്രഖ്യാപനങ്ങൾ വെറും ജൽപ്പനങ്ങളാണെന്ന് കാലം തെളിയിച്ചിട്ടുള്ളതാണല്ലോ അല്ലെ. സ്വന്തം ജനതയുടെയും ലോകത്തിന്റെയും കണ്ണിൽ പൊടിയിടാൻ വൻ ശക്തികൾ നടത്തുന്ന ഇത്തരം അവകാശവാദങ്ങൾ കേവലം രാഷ്ട്രീയ നാടകങ്ങൾ മാത്രമാണെന്ന് ഓരോ പുതിയ സംഭവവികാസങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ കരുത്തുറ്റ പ്രതിരോധത്തിന് മുന്നിൽ തങ്ങളുടെ സൈനിക മേധാവിത്വം നിഷ്പ്രഭമാക്കുന്നത് തിരിച്ചറിഞ്ഞ പടിഞ്ഞാറൻ ശക്തികൾക്ക് ഇന്ന് നിബന്ധനകൾക്ക് വഴങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലാത്ത അവസ്ഥയാണുള്ളത്. ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് കമന്റ് ചെയ്യണം. നമുക്ക് എന്താണ് ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് വിലയിരുത്താം. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും ലോക ശ്രദ്ധയുടെ കേന്ദ്ര ബിന്ദുവായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കേവലം ഒരു ജലപാത എന്നതിലുപരി ആഗോള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഇറാൻ പ്രയോഗിക്കുന്ന ഏറ്റവും മൂർച്ചയുള്ള ആയുധമായി ഈ പ്രദേശം മാറിയിട്ടുണ്ട്. അമേരിക്കയുടെയും അതുപോലെ ഇസ്രായേലിന്റെയും സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ ഹോർമുസ് കടലിടുക്കിലെ തങ്ങളുടെ ആധിപത്യത്തിലൂടെ ഇറാന് സാധിക്കുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇറാന് നേരെ ഉണ്ടാകുന്ന ഉപരോധങ്ങൾക്കും അവരുടെ ഭീഷണികൾക്കും സമാനമായ രീതിയിൽ തിരിച്ചടി നൽകാനുള്ള ഇറാന്റെ ശേഷി ലോക വിപണിയെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും യുദ്ധവെറിക്കുള്ള ശക്തമായ താക്കീതാണ് ഇറാൻ ഉയർത്തുന്ന ഈ വെല്ലുവിളി. ലോകത്ത് വിതരണം ചെയ്യപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നു പോകുന്ന ഈ നിർണായക പാത അടച്ചു പൂട്ടുക എന്നതിലൂടെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കാൻ ഇറാന് സാധിക്കും. ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കാൻ വൻ ശക്തികളെ നിർബന്ധിതരാക്കാൻ സാധിച്ചു എന്നത് ഇറാന്റെ നയതന്ത്രപരമായ വിജയമായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. വെറുമൊരു സൈനിക പ്രകോപനത്തിനപ്പുറം സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശ താല്പര്യങ്ങളെ തടയാനുള്ള കൃത്യമായ രാഷ്ട്രീയ പ്രഹരമാണെന്ന കാര്യവും ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അമേരിക്കൻ പടക്കപ്പലുകളെയും സഖ്യകക്ഷികളെയും ഒരേ സമയം പ്രതിരോധത്തിലാക്കാൻ ഇറാന് കഴിഞ്ഞു എന്നത് ആധുനിക രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഏട് തന്നെയാണ്. പടിഞ്ഞാറൻ ശക്തികളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം പരമാധികാരവും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഒരു രാജ്യം എങ്ങനെ ഭൂമിശാസ്ത്രപരമായ മുൻതൂക്കം ഉപയോഗിക്കുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ ഈ കരുത്തുറ്റ നീക്കം വരും ദിവസങ്ങളിൽ ആഗോള എണ്ണ വിപണിയിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്ന കാര്യവും ഉറപ്പാണ്. പടിഞ്ഞാറൻ ആധിപത്യത്തിനെതിരായ പോരാട്ടത്തിൽ ഹോർമുസ് ഇന്നൊരു പ്രതിരോധത്തിന്റെ അടയാളമായി മാറിയിരിക്കുന്നു എന്നത് ഇവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടത്. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ സ്വീകരിക്കുന്ന നിലപാടുകൾ ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തെളിയിച്ചു എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ അല്ലെ. വെടിനിർത്തൽ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും കടലിടുക്ക് തുറന്നു കൊടുക്കുന്നതിന് ഇറാൻ മുന്നോട്ട് വെക്കുന്ന കർശനമായ നിബന്ധനകൾ തങ്ങളുടെ പരമാധികാരത്തിൽ അവർ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ്. അമേരിക്ക പറയുന്നു ഇറാൻ ഇല്ലാതായി, ഇറാൻ നശിച്ചു എന്നൊക്കെ. പക്ഷെ ഇറാൻ ശക്തമായി ഇപ്പോഴും അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സാമ്രാജ്യത്വ ശക്തികൾ നടപ്പിലാക്കിയ ഉപരോധങ്ങൾക്ക് മുന്നിൽ പതറാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇറാന്റെ ആത്മവിശ്വാസം ലോകശക്തികളെ ശരിക്കും അമ്പരപ്പിക്കുന്നുണ്ട്. തങ്ങളെ വെല്ലുവിളിച്ചവർക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ചരക്ക് കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര വാണിജ്യ രംഗത്ത് ഇറാന്റെ മേൽക്കോയ് വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ്. ലോകത്തിന്റെ ഊർജ്ജസിരയെ നിയന്ത്രിക്കാനുള്ള തങ്ങളുടെ ശേഷി കേവലം സൈനികം മാത്രമല്ല, മറിച്ച് സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ വലിയൊരു മുൻതൂക്കമാണെന്ന് ഇതിലൂടെ അവർ തെളിയിച്ചിട്ടുണ്ട്. അമേരിക്കയെയും ഇസ്രായേലിനെയും പോലുള്ള ശക്തികൾക്ക് ഇറാന്റെ നിബന്ധനകൾക്ക് മുന്നിൽ നിൽക്കുക എന്നത് വലിയൊരു നയതന്ത്ര വെല്ലുവിളിയായിട്ട് തന്നെ മാറും. ആഗോള വിപണിയിലെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിനോടൊപ്പം
പടിഞ്ഞാറൻ ആധിപത്യത്തിന് വലിയൊരു പ്രഹരം നൽകാനും ഇറാന്റെ ഈ പുതിയ നീക്കങ്ങൾ സഹായിക്കും. വരും ദിവസങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള ശക്തി സന്തുലനം ഈ ചർച്ചകളെ ആശ്രയിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ ഇങ്ങനെയൊന്നുമല്ല പടിഞ്ഞാറൻ മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നത്. ഇത്തരം മാധ്യമങ്ങൾ ഇറാന്റെ നീക്കങ്ങളെ ആഗോള ഭീഷണിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴും യഥാർത്ഥത്തിൽ സ്വന്തം പരമാധികാരവും അതിർത്തികളും സംരക്ഷിക്കാനുള്ള ഒരു രാഷ്ട്രത്തിന്റെ പോരാട്ട വീര്യമാണ് അവിടെ പ്രകടമാകുന്നത്. പതിറ്റാണ്ടുകളായി തുടരുന്ന അമേരിക്കൻ അധിനിവേശത്തെയും ഏകപക്ഷീയമായ ഉപരോധങ്ങളെയും പ്രതിരോധിക്കാൻ ഹോർമുസ് കടലിടുക്കിനെ ഒരു തന്ത്രപരമായ ആയുധമായി ഉപയോഗിക്കുന്നതിൽ ഇറാൻ പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇറാന്റെ കൈവശമുള്ള ഹോർമുസ് കടലിടുക്കിനെ നിയന്ത്രിക്കാനുള്ള അവകാശം അമേരിക്കയ്ക്ക് എന്താണ്? തങ്ങളുടെ നിലപാടുകളെ അവഗണിക്കുന്ന ലോകശക്തികൾക്ക് ആഗോള സാമ്പത്തിക ക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ തങ്ങൾക്ക് കരുത്തുണ്ട് എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് ഹോർമുസ് കടലിടുക്കിലൂടെ ഇറാൻ ഇതിലൂടെ നൽകിയത്. അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ പോലും ബാധിച്ചിട്ടുണ്ട് എന്നത് ഇറാന്റെ കരുത്തിനെ തന്നെയാണ് കാണിക്കുന്നത്. ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ആഗോള വിപണിയിൽ ഇതിനോടകം തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞുവെന്ന് നമുക്കറിയാം. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $96 ഉയർന്നത് ഇറാന്റെ സ്വാധീന ശക്തിയുടെ വ്യക്തമായ തെളിവാണ്. ലോകത്തിന്റെ ഊർജ വിതരണത്തിൽ ഇത്രമേൽ നിർണായകമായ ഒരു പാതയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് വഴി ഏത് വൻ ശക്തിയെയും ചർച്ചയുടെ മേശയിലേക്ക് കൊണ്ടുവരാൻ ഇറാന് സാധിക്കുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങൾക്കും അവരുടെ ഭീഷണികൾക്കും വലിയ വില നൽകേണ്ടി വരുമെന്ന് ഉറപ്പിക്കാൻ ഈ വിലക്കയറ്റം ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെ മാറും. സാമ്രാജ്യത്വ ശക്തികളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്ന പടിഞ്ഞാറൻ രീതിക്ക് ഇതേ നാണയത്തിലുള്ള തിരിച്ചടിയാണ് ഹോർമുസ് കടലിടുക്കിൽ സംഭവിക്കുന്നത്. ഇസ്ലാമാബാദിലെ നയതന്ത്ര ചർച്ചകളിൽ ഇറാന് മുൻതൂക്കം ലഭിക്കുന്നതും ആഗോള വിപണിയിലെ ഈ അസ്ഥിരത കാരണം തന്നെയാണ്. കേവലം ഒരു ജലപാതയുടെ നിയന്ത്രണമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലനം പൂർണ്ണ നിർണ്ണയിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളാണ് ഇവിടെ വിജയം കാണുന്നത്. സ്വന്തം മണ്ണും കടലും സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടം സാമ്രാജ്യത്വ അധിനിവേശത്തിന് മുന്നിൽ ഒരു വൻ മതിലായിട്ട് ഇപ്പോഴും നിലകൊള്ളുകയാണ്. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാന്റെ സൈനികവും തന്ത്രപരവുമായ കരുത്ത് വലിയൊരു പാഠമായി മാറുകയാണ്. ലോകശക്തികൾ എന്ന് അവകാശപ്പെടുന്നവർക്ക് പോലും തകർക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രതിരോധ കവചമാണ് ഇറാൻ സമുദ്ര കപ്പൽ പാതകളിൽ തീർത്തിട്ടുള്ളത്. കേവലം ആയുധ ബലം കൊണ്ട് മാത്രം നേരിടാൻ കഴിയാത്ത ഇറാന്റെ ഈ ജിയോ പൊളിറ്റിക്കൽ തന്ത്രങ്ങൾ വൻ ശക്തികളുടെ സായുധ ശേഷിയെ പോലും നിഷ്പ്രഭമാക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ അപ്രമാദിത്വം തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കാത്തത് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇറാൻ കൈവരിച്ച മേധാവിത്വത്തിന്റെ തെളിവാണ് എന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? എണ്ണക്കിണറുകൾ അടച്ചിടേണ്ടി വന്നതും നൂറുകണക്കിന് ചരക്ക് കപ്പലുകൾ കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നതും ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയെ വലിയ രീതിയിലെ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് തള്ളിയിട്ടത്. ഈ തകർച്ചയ്ക്ക് കാരണം അമേരിക്കയുടെ നയതന്ത്ര പരാജയവും പിടിപ്പുകേടുമാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ പോലും വിലയിരുത്തുന്നുണ്ട്. ഈ യുദ്ധം ഉണ്ടാക്കിയത് അമേരിക്കയും ഇസ്രായേലുമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇറാന് ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചവർക്ക് സ്വന്തം സാമ്പത്തിക ഭദ്രത തന്നെ അപകടത്തിലാകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. സഖ്യകക്ഷികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടത് ആഗോളതലത്തിൽ അവരുടെ വിശ്വാസ്യതയ്ക്കും വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള വിപണികൾ ഇറാന്റെ അടുത്ത നീക്കത്തിനായി ഉറ്റുനോക്കുകയാണ്. ഇറാൻ ഉയർത്തുന്ന നിബന്ധനകൾക്ക് മുന്നിൽ വഴങ്ങുകയല്ലാതെ അമേരിക്കയ്ക്ക് മുന്നിൽ മറ്റ് പോംവഴികളില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. പക്ഷെ അത് തുറന്ന് സമ്മതിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന് മാത്രം. സൈനികമായ ഭീഷണികൾ കൊണ്ട് ഇറാന്റെ നിശ്ചയദാർഢ്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ നയതന്ത്ര ചർച്ചകളിൽ ഇറാന്റെ വാക്കുകൾക്ക് കൂടുതൽ ഗൗരവം വന്നിരിക്കുന്നു. സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശ മോഹങ്ങൾക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായി ഹോർമുസ് കടലിടുക്കിലെ ഈ പോരാട്ടം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊട്ടുമില്ല. സ്വന്തം പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റങ്ങളെ എങ്ങനെ ഫലപ്രദമായി നേരിടാമെന്നതിന്റെ ആധുനിക പാഠപുസ്തകം തന്നെയാണ് ഇറാൻ ഇപ്പോൾ. വാണിജ്യ കപ്പലുകൾക്ക് മേൽ ഇറാൻ ഉയർത്തുന്ന വ്യോമാക്രമണ ഭീഷണി കേവലം ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, ശത്രുശക്തികളുടെ ഓരോ നീക്കവും നിരീക്ഷിച്ചുകൊണ്ടുള്ള കൃത്യമായ തന്ത്രമാണത്. ഇറാന്റെ അത്യാധുനിക ഡ്രോണുകൾ സമുദ്രമേഖലയിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്നതോടെ ഹോർമുസ് കടലിടുക്കിലെ വ്യോമാതിർത്തിയിൽ ഇറാന്റെ അപ്രമാദിത്വം പൂർണ്ണമായിരിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചരക്ക് കപ്പലുകളുടെ ഗതിവിഗതികൾ കൃത്യമായി മനസ്സിലാക്കാനും അവ തടയാനും ഇറാന് സാധിക്കുന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ആ രാജ്യം കൈവരിച്ച സാങ്കേതിക മികവിന്റെ തെളിവല്ലാതെ മറ്റെന്താണ്? പരമ്പരാഗത സൈനിക നീക്കങ്ങൾക്കപ്പുറം കുറഞ്ഞ ചെലവിൽ ശത്രുവിനെ തളയ്ക്കാൻ ശേഷിയുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യ
ഇറാൻ പ്രയോഗിക്കുന്നത് വൻ ശക്തികളെ പ്രതിരോധത്തിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. സമുദ്രപാതയിലെ ഓരോ ചലനവും ഇറാന്റെ നിരീക്ഷണ വലയത്തിലായതോടെ തങ്ങളുടെ അനുവാദമില്ലാതെ ഈ പാതയിലൂടെയുള്ള സഞ്ചാരം അസാധ്യമാണെന്ന സന്ദേശം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് പല രാജ്യങ്ങളെയും ഇതിനോടകം തന്നെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ ഇറാൻ അനുകൂലമായി മാറ്റുകയും പടിഞ്ഞാറൻ ശക്തികളുടെ നാവിക മേധാവിത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്തായാലും ഇറാന്റെ ഈ വ്യോമ നിരീക്ഷണ പാഠവും ചരക്ക് ഗതാഗതത്തെ മാത്രമല്ല ആഗോള രാഷ്ട്രീയ ചർച്ചകളെയും സ്വാധീനിക്കുന്ന ഘടകമായിരിക്കുകയാണ്. ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാതെ സാങ്കേതിക വിദ്യയെ പ്രതിരോധത്തിന്റെ ആയുധമാക്കിയ ഇറാന്റെ നീക്കം സാമ്രാജ്യത്വ അധിനിവേശങ്ങൾക്കെതിരായ ശക്തമായ പ്രതിരോധമാണ് എന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? എന്തായാലും ഹോർമുസ് കടലിടുക്ക് കീഴടക്കാൻ നടത്തുന്ന അമേരിക്കൻ പദ്ധതിയെ അടിച്ചു താഴെയിടാൻ ഇറാൻ ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളും ആദ്യം അമേരിക്കയുടെ ഒപ്പം നിന്നുവെങ്കിലും പിന്നീട് മൗനം പാലിക്കേണ്ട അവസ്ഥ വന്നത് കാരണം ഇറാൻ ശക്തനാണ് എന്ന് തിരിച്ചറിവുകൊണ്ട് തന്നെയാണ്. ഇറാൻ പെട്ടെന്ന് കീഴടങ്ങുമെന്ന് അമേരിക്കയും ഇസ്രായേലും കരുതിയ ഈ യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചു എന്നത് ചരിത്ര പ്രസക്തിയുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്താനൊന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.